സമുദായത്തിൽ നിന്നും മതം മാറ്റപ്പെടുമ്പോൾ അസ്വസ്ഥതയുണ്ടാവും, ഇല്ലേ? ആർക്കുണ്ടാവും? അത് ഇവിടുത്തെ ക്രൈസ്തവ കത്തോലിക്ക വിഭാഗത്തിൽ നിന്നും ബെന്തക്കോസ് വിഭാഗത്തിലേക്ക് ആളുകൾ മാറുമ്പോൾ അസ്വസ്ഥത ഉണ്ടാവുമല്ലോ. ഹിന്ദു ഐക്യവേദിയുടെ ഒരു ലേഖനമാണ് വന്നിട്ടുള്ളത്. ഹിന്ദു ഐക്യവേദി എന്ന് പറയുന്നത് BJPയുടെ പോഷക സംഘടനയല്ല, BJP രാഷ്ട്രീയ പാർട്ടിയാണ്. ഹിന്ദു ഐക്യവേദി ഇവിടുത്തെ ഹിന്ദുവിൻ്റെ കാര്യങ്ങൾ പറയാൻ ബാധ്യതയുള്ള പ്രസ്ഥാനമാണ്. അവരവരുടെ കാര്യം പറയും. കത്തോലിക്ക കോൺഗ്രസിൻ്റെ കാര്യം പറയും. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിശ്വാസം അത് നമ്മുടെ അവകാശമാണ്. വിശ്വാസം ഇന്ത്യൻ ഭരണഘടന പ്രകാരം നമുക്ക് അനുവദിച്ചിട്ടുള്ള അവകാശമാണ്. എന്നാൽ നിർബന്ധിത മതപരിവർത്തനം ഒരു ക്രൈമാണ്. വളരെ വ്യക്തമാണ്. BJPയുടെ സ്റ്റാൻഡ് അതാണ്. എല്ലാ വിശ്വാസങ്ങളെയും, ക്രൈസ്തവ, ഇസ്ലാമിക, ഹൈന്ദവ വിശ്വാസങ്ങളെ ഒരേപോലെ ബഹുമാനിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് BJP. പക്ഷേ ഒന്ന് മറ്റൊന്നിന് വിനാശകരമായി വന്നാൽ, അല്ലെങ്കിൽ ഒന്ന് മറ്റൊന്നിന് തടസ്സമായി വന്നാൽ അത് ശരിയായ നടപടിയല്ല എന്ന് തന്നെയാണ് BJPയുടെ അഭിപ്രായം. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന വിഷയങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. നോർത്ത് ഇന്ത്യയിലെ BJPയുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം ഏത് സ്റ്റേറ്റാണ്? ഏറ്റവും വലിയ ശക്തി കേന്ദ്രം UP ആണ്. നിങ്ങൾ ഗൂഗിൾ എടുത്തിട്ട് നമ്പർ ഓഫ് ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ UP എന്ന് അടിച്ചു കൊടുക്കണം. 1670 എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് UPയിൽ ക്രൈസ്തവ സമുദായത്തിന് മാത്രം. ഗുജറാത്തിൽ 1000-ലധികം എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് ക്രൈസ്തവ സമുദായത്തിന്. ഞാനൊരു ക്രൈസ്തവനാണ്. അവിടെ ഒന്നും ഒരു കുഴപ്പമില്ല. ഇഷ്യൂസ് ഉണ്ടാകുന്നത് എവിടെയാണ്? പർപ്പസ്ഫുള്ളായ ചില ഇഷ്യൂസ് പലയിടത്തും ഉണ്ടാകുമ്പോൾ അത് അവിടെ പ്രതിസന്ധികൾ സൃഷ്ടിക്കും. മതപരിവർത്തനം നോർത്ത് ഇന്ത്യ നടക്കുന്നില്ലെന്ന് ഇവിടെ ഒരു പിതാക്കന്മാരും പറഞ്ഞിട്ടില്ലല്ലോ. ഉണ്ടെങ്കിൽ അതിന് നിർബന്ധിത മതപരിവർത്തനം, ഒരു ക്രൈം, അതിനെ തടയിടുവാനായി നിയമനിർമ്മാണങ്ങൾ അതാത് സ്റ്റേറ്റുകൾ നടത്തും. അതിനകത്തൊരു തെറ്റും പറയാൻ പറ്റില്ല. ഞാനൊരു കാര്യം ചോദിച്ചിട്ടെ, ഇവിടെ കേരളത്തിൽ നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം നിലവിലുണ്ടായിരുന്നെങ്കിൽ കോതമംഗലത്തെ ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുമായിരുന്നോ? അതിനെ നിർബന്ധിക്കുമായിരുന്നോ? ഒറ്റ ഉദാഹരണമാണ്. നോർത്ത് ഇന്ത്യയിൽ ആഹ, ഇവിടെ ഈഹി എന്ന് പറയാൻ പറ്റില്ല. കേരളത്തിൽ ഞാൻ ചോദിക്കുന്ന വ്യക്തമാണ്. ഞാൻ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. നിർബന്ധിത മതപരിവർത്തനം, ആ കൊച്ചിനെ നിർബന്ധിച്ച് മതപരിവർത്തനത്തിന് പ്രേരിപ്പിച്ചതിൻ്റെ പേരിലാണ് ആ കുട്ടി ആത്മഹത്യ ചെയ്തത്. നിങ്ങൾക്കാർക്കും സംശയം? ആരും മിണ്ടല്ലത്, പക്ഷെ നിങ്ങൾക്കാർക്കും സംശയമില്ലെന്ന് എനിക്കറിയാം. ആ നിയമം അങ്ങനെയാണെങ്കിൽ, ആ കൊച്ചിനെ അത്തരത്തിലൊരു നിയമം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, ശക്തമായ നിയമം ഉണ്ടായിരുന്നെങ്കിൽ ആ കുട്ടി ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകില്ലായിരുന്നു. ഒരു വിശ്വാസം പ്രാക്ടീസ് ചെയ്യുന്നതിനും ഭാരതീയ ജനതാ പാർട്ടി എതിരല്ല. എല്ലാ വിശ്വാസങ്ങളെയും ബഹുമാനിക്കുന്നു. പക്ഷെ ഒന്ന് മറ്റൊന്നിന് തടസ്സമാകാൻ പാടില്ല. മാത്രമല്ല, കേരളമാണ് ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. ക്രൈസ്തവ സഭയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് കേരളമാണ്. ആ കേരളത്തിലെ അവസ്ഥ, ഇവിടെ ഇടത് വലത് മുന്നണികൾ നടത്തുന്ന പ്രീണന രാഷ്ട്രീയത്തിലൂടെ കേരളത്തിലെ ക്രൈസ്തവ സഭയ്ക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ എന്താണെന്ന് മറച്ചു വെച്ചുകൊണ്ട് നോർത്ത് ഇന്ത്യയിലേക്ക് നോക്കിയിരുന്നാൽ അവസാനം തല കാണില്ല എന്നുള്ളതാണ് BJPയുടെ അഭിപ്രായമല്ല, കത്തോലിക്കനായ ഷോൺ ജോർജിൻ്റെ അഭിപ്രായം, ചാക്കോച്ചൻ്റെ അഭിപ്രായം. ഇതാണ് നിലപാട്. ദീപിക ഇന്നലെ എഴുതിയ ലേഖനങ്ങൾ, ദീപികയ്ക്ക് ഒരു പത്രം എന്ന നിലയിൽ അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. വഖഫ് ഭേദഗതി സമയത്ത് ദീപിക കൃത്യമായി അഭിപ്രായം പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു പത്രമാണ്. പക്ഷേ ഇവിടെ ചില യാഥാർത്ഥ്യങ്ങളെ യാഥാർത്ഥ്യങ്ങൾ കൂടെ ബോധ്യപ്പെട്ടുകൊണ്ട് എല്ലാവരും മുമ്പോട്ട് പോകണം. എന്താണ് കേരളത്തിലെ ക്രൈസ്തവരുടെ അവസ്ഥ? കേരളത്തിലെ ക്രൈസ്തവരുടെ ആകെയുള്ള സംവരണമായ EWS, ആ EWSനെതിരെ കോൺഗ്രസ് നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. VT ബൽറാം കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡന്റാണ്. ഇവിടെ ആർക്കും മിണ്ടാട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി
ഇവിടെ ന്യൂനപക്ഷം എന്ന് പറയാൻ യഥാർത്ഥ കേരളത്തിൻ്റെ ന്യൂനപക്ഷം ആരാണ്? ക്രൈസ്തവ സമൂഹമാണ്. വേറെ ആരും ന്യൂനപക്ഷമല്ല. യഥാർത്ഥ ന്യൂനപക്ഷം ക്രൈസ്തവ സമുദായമാണ്. ആ ന്യൂനപക്ഷ വകുപ്പ് എത്ര കാലമായി അറയിലായിരിക്കുന്നത്? ആ മര്യാദ കാണിക്കുന്ന മുന്നണികളുണ്ടോ? ആ മുന്നണികൾക്കെതിരെ എഴുതട്ടെ എല്ലാവരും. ഇതാണ് പാർട്ടിയുടെ അഭിപ്രായം. എല്ലാവരെയും ഒരേപോലെ കാണാൻ തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി. ഇവിടെ മാത്രമല്ല, ഓൾ ഇന്ത്യ തലത്തിൽ അങ്ങനെ തന്നെ കണ്ടിട്ടുള്ളൂ. 11 വർഷമായി നരേന്ദ്രമോദി ഭരിക്കുന്നു. എത്ര ഇസ്ലാം സഹോദരങ്ങൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയിൽ? എത്ര ലഹളകൾ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയിൽ? അതും കൂടെ പറയണ്ടേ? അതെല്ലാം പറഞ്ഞിരുന്നു. ഞാനൊക്കെ അത് വിശ്വസിച്ച ആളാ. ഇല്ല, ദീപിക എന്ന് പറയുന്നൊരു ഒരു ഒരു പത്രമാണ്. സഭയുടെ നേതൃത്വം അതിനുണ്ട് എന്നുള്ളത് ശരിയാണ്. സഭയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നൊരു പത്രമാണ്. എന്തുകൊണ്ട് സഭയുടെ അഭിപ്രായം തന്നെയാണോ ദീപികയ്ക്ക്? ദീപിക എല്ലാ കാലത്തും എല്ലാവരും വിമർശിക്കും. എല്ലാ വിമർശനങ്ങളെയും ഞങ്ങൾ നല്ല രീതിയിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഒരു സംശയം വേണ്ട, ഞങ്ങൾ അതിനെ ഉൾക്കൊള്ളുന്നു. അല്ല, അതിൻ്റെ അസ്വസ്ഥത എല്ലാവർക്കും ഉണ്ട്. അത് സ്വാഭാവികമാണ്. ബി ജെ പി സഭയുമായി അടുക്കുന്ന മാത്രമല്ല, കേരളത്തിലെ ക്രൈസ്തവ സമൂഹം BJP-യിലോട്ട് അടുക്കുന്നതിൻ്റെ അസ്വസ്ഥതകൾ ചെറുതല്ല. അത് ഛത്തീസ്ഗഡ് വിഷയത്തിൽ മുഴുവൻ നിങ്ങൾ കണ്ടതാണല്ലോ. അവിടെ പോയതും അവിടെ അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തതും അവരെ ജാമ്യത്തിലെടുത്തുകൊണ്ട് വന്നത് നമ്മളാണ്. എന്തിന്? ആ ദിവസങ്ങളിൽ നിങ്ങൾ കണ്ടതല്ലേ STPയുടെ അത് ക്രൈസ്തവ സമുദായത്തിൻ്റെ സമരങ്ങളിൽ എന്തുമാത്രം താല്പര്യമാണെന്നറിയത്തില്ല STPക്ക്. അതൊക്കെ ബോധ്യമുണ്ടത് പിതാക്കന്മാർക്കൊക്കെ. ഇത് അല്ല, എല്ലാ പത്രത്തിൻ്റെ എഡിറ്റോറിയലും BJP-ക്കാർ കാണും, കേരള കോൺഗ്രസ്സുകാർ കാണും, കോൺഗ്രസ്സുകാർ കാണും. അവർക്കൊക്കെ അവരുടേതായ രാഷ്ട്രീയ താല്പര്യങ്ങളും കാണും. അപ്പോൾ അത് ഒരു പത്രത്തിനകത്ത് ചില ദിവസങ്ങളിലൊക്കെ അങ്ങനെ കയറി വരും. അതൊക്കെ ചില കാര്യങ്ങളുണ്ടെന്ന്. അല്ല, അതിനെവിടെയെങ്കിലും മറ്റൊരു മതവിശ്വാസത്തെ, ഞാനൊരു കാര്യം പറയട്ടെ, കത്തോലിക്ക കോൺഗ്രസ്സിൽ കത്തോലിക്കൻ്റെ കാര്യമല്ലേ പറയുന്നത്? ഹിന്ദു ഐക്യവേദി അവരുടെ കാര്യം പറയാനല്ല, പിന്നെ എന്തിനാ അവരെ ഉണ്ടാക്കിയിരിക്കുന്നത്? അവരെന്തിനാ അങ്ങനെ ഒരു സംഘടന? രാഷ്ട്രീയ പാർട്ടി എന്നതിൽ BJP എല്ലാവരെയും തുല്യമായി കാണണം. ഇപ്പോൾ NSS നായർ സമുദായത്തിൻ്റെ കാര്യം പറയണ്ടേ? കത്തോലിക്ക കോൺഗ്രസ് ക്രിസ്ത്യാനിയുടെ കാര്യം പറയണ്ടേ? SNDP വെള്ളാപ്പള്ളി സാറ് സ്ഥിരമായി എന്താ പറയുന്നത്? അദ്ദേഹത്തിൻ്റെ സമുദായത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. അതുപോലെ തന്നെ ഹിന്ദുവിൻ്റെ സമുദായ വിഷയങ്ങൾ പറയാൻ ബാധ്യസ്ഥരായ, ഹിന്ദുവിനെ ബാധിക്കുന്ന അടിസ്ഥാന വിഷയങ്ങൾ പറയാൻ ബാധ്യസ്ഥരാണ് ഹിന്ദു ഐക്യവേദി. അത് BJP-യുടെ അഭിപ്രായമല്ല. മറ്റൊരു സമുദായത്തെ അടച്ചല്ലല്ലോ പറയുന്നത്. മറ്റൊരു സമുദായം, ഞാൻ പറയാറുണ്ട്, ഇതിനകത്ത് പ്രതി ആരെന്നുള്ള രണ്ടാമത്തെ ചോദ്യം നടക്കുന്നുണ്ടെന്നുള്ളത് നഗ്നമായൊരു സത്യമല്ലേ? അതുണ്ട്. പക്ഷെ അതിനകത്ത് ഇവിടുത്തെ ഈ പറയുന്ന പോലെ ദീപി ഉൾപ്പെടുന്ന ആ ഒരു നേതൃത്വമാണ്, അല്ലെങ്കിൽ ക്രൈസ്തവ നേതൃത്വമാണ് ഇതിൻ്റെ പുറകിൽ നിന്ന് ഞങ്ങളാരെങ്കിലും പറഞ്ഞു? ഇല്ല. അതിനകത്ത് ഹിന്ദു ഐക്യവേദിയുടെ ലേഖനത്തിൽ ഇത് നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അല്ലാതെ ഇവിടുത്തെ കത്തോലിക്ക CBCയോ കത്തോലിക്ക ബിഷപ്സോ, ഞാനൊരു വളരെ സിമ്പിളായിട്ട് പറയട്ടെ, കത്തോലിക്ക വിശ്വാസം, ഞാനൊരു കത്തോലിക്കനാണ്. കത്തോലിക്ക വിശ്വാസപ്രകാരം 1964 രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ 2ാം പ്രമേയം പ്രകാരം നിർബന്ധിത മതപരിവർത്തനം നിരോധിച്ചിട്ടുണ്ട്. അങ്ങനെ അല്ല എന്ന് ഏതെങ്കിലും ഒരു സഭ നേതൃത്വം പറയട്ടെ? ഒരിക്കലും പറയാൻ കഴിയില്ല. നിർബന്ധിത മതപരിവർത്തനം സഭയിൽ നിരോധിച്ചിട്ടുണ്ട്. അതിനെതിരായിട്ട് ആരെങ്കിലും തീരുമാനമെടുത്താൽ അവർ സഭാവിരുദ്ധരാണ്. ക്ലിയറാണ്? അല്ല, ദേശവിരുദ്ധരാണ്. അങ്ങനെ ദേശവിരുദ്ധ പ്രവർത്തി ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കതിന് നടപടി സ്വീകരിക്കട്ടെ. അല്ലാതെ BJP-യെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു ഐക്യവേദിയുടെ, ഞാൻ പറഞ്ഞില്ല, അവർ സമുദായത്തെ സംബന്ധിച്ച കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ അഭിപ്രായം പറയാൻ BJP-കാരാണ്. അവരുടെ മാത്രം അഭിപ്രായമാണ്. ആ അഭിപ്രായം പറയാൻ അവരുടെ ബാധ്യസ്ഥരാണ്.